വിഷയത്തിൽ വിവാദമായിട്ട് ഈ കേസ് വിജിലൻസ് അന്വേഷിക്കണമെന്നും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് GSTയുടെ അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ച മാത്യു കുൽനാടനുമായി ഞങ്ങൾ അല്പസമയം മുമ്പ് ബന്ധപ്പെട്ടിരുന്നു. മാത്യു കുൽനാടൻ, എങ്ങനെയാണ് എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട് കോർപ്പറേറ്റ് അഫയേഴ്സ് കാര്യ മന്ത്രാലയം നടത്തുന്ന അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമെന്ന നിലപാടിനെ തള്ളിക്കളയുന്നത്? കോൺഗ്രസ് അതിനെ സ്വാഗതം ചെയ്യുന്നുണ്ടോ എന്നായിരുന്നു ഞങ്ങൾ ചോദിച്ച അദ്ദേഹത്തിന് മറുപടി കൂടി നമുക്കൊന്ന് കേൾക്കാം. ഞങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ച അഭിപ്രായം ഇതിനോടകം പ്രതിപക്ഷ നേതാവ് അടക്കം ഉള്ളവർ പറഞ്ഞു കഴിഞ്ഞു. ഈ അന്വേഷണത്തെ ഞങ്ങൾ അമിതാവേശത്തോടുകൂടി കാണുന്നില്ല. കാരണം ഇതുവരെയുള്ള അനുഭവം വെച്ച് നോക്കിയാൽ CPM BJPയും തമ്മിൽ പല വിഷയങ്ങളിലും പ്രത്യേകിച്ച് ഇതുപോലുള്ള കേസുകളിൽ വലിയ ഒരു അന്തർധാര നിലനിൽക്കുകയും അവർ ധാരണയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ സർക്കാർ അധികാരത്തിൽ വന്ന നാൾ മുതൽ ഇന്ന് വരെ നോക്കിയാൽ കേന്ദ്ര ശ്രീ അരുൺകുമാർ, ഇതിലൊരു ഒത്തുകളിയാണ് പ്രതിപക്ഷം ഭയക്കുന്നത്. അതുകൊണ്ടാണ് വലിയ ആവേശപൂർവ്വം അതിൽ പിടിക്കാത്തത്. ഇല്ല, ഈ ഇടതുപക്ഷ സർക്കാരിനെതിരെ പ്രത്യേകിച്ച് CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുമായ സഖാവ് പിണറായി വിജയനെതിരെ ഏതെങ്കിലും തെളിവിന്റെ ഒരു കണിക കിട്ടുമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് അത് നന്നായി എടുത്ത് ഉപയോഗിക്കും, നന്നായി അത് കൈകാര്യം ചെയ്യും എന്നുള്ള ഒരു പൊതുബോധം. കാരണം നമുക്കറിയാമല്ലോ സാഹചര്യങ്ങൾ. ഇപ്പൊ അരവിന്ദ് കെജ്രിവാളിനെതിരെ 4 തവണയാണ് ED സമൻസ് അയച്ചിരിക്കുന്നത്. ഇപ്പൊ തോമസ് ഐസക്കിനെ വീണ്ടും വേട്ടയാടുന്നു. രാജ്യത്ത് മൊത്തമുള്ള സാഹചര്യമുണ്ട്. തെളിവിന്റെ ഒരു കണികയെങ്കിലും കിട്ടണമല്ലോ. അത് കിട്ടാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ അന്വേഷണം അവസാനിപ്പിച്ച് പോകുമ്പോൾ UDF പറയും അത് ഒത്തുകളിയാണെന്ന്. ഇതെല്ലാം കൃത്യമായി കുറച്ച് നാളുകളായി നമ്മളെല്ലാം അരിയാഹാരം കഴിക്കുന്നവരാണ്, നമുക്ക് ബോധ്യമുണ്ട്. അന്വേഷണങ്ങൾ പലത് വന്നു പോകും. സത്യസന്ധമായി മുന്നോട്ട് പോകുന്ന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം മടിയിൽ കനമുണ്ടെങ്കിൽ മാത്രം വഴിയിൽ പേടിച്ചാൽ മതി. ഞങ്ങൾ ഇതിലൊന്നും ഭയപ്പെടുന്നില്ല. കൃത്യമായി ഈ ഗവൺമെന്റ് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച പ്രകടന പത്രികയിലെ കാര്യങ്ങൾ ഓരോന്നായി നടപ്പാക്കി പ്രതിസന്ധി ഘട്ടങ്ങളിലും ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് മുന്നോട്ട് പോകും. താങ്ക് യു അഡ്വക്കേറ്റ് കെ അരുൺകുമാർ. താങ്ക് യു. Debate with Arun Kumar.